വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്നൊരു ഔട്ടിംഗ് ബ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സുവോളജിക്കൽ പാർക്കാണ്. ഇന്ദു ചൗധരി സുവോളജിക്കൽ പാർക്കിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇവിടുത്തെ കുഞ്ഞു വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോയിലിട്ട്. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വന്യമായ അത്ഭുതങ്ങളുടെ പർദീസയാണ് മഹേന്ദ്ര ചൗധരി സുവോളജിക്കൽ പാർക്ക് അഥവാ ചദ്ബീർ സൂ. ചണ്ഡീഗഡിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. 1977 അന്നത്തെ പഞ്ചാബ് ഗവർണർ ആയിരുന്ന മഹേന്ദ്ര ചൗധരിയുടെ പേരിലാണ് ഈ സുവോളജിക്കൽ പാർക്ക് അറിയപ്പെടുന്നത്. പഞ്ചാബിലെ ഏറ്റവും വലിയ മൃഗശാലയും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പക്ഷിശാലയുമാണ് ചദ്ബീർ സൂ. വന്യജീവി പ്രേമികൾക്കും വിനോദസഞ്ചാരികൾക്കും പ്രകൃതിയുമായി ബന്ധപ്പെടാനും വൈവിധ്യമാർന്ന ശ്രേണികൾ നിരീക്ഷിക്കാനും അവസരം നൽകുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണിത്. മൃഗശാലയുടെ പ്രധാന ആകർഷണം തീർച്ചയായും വൈവിധ്യമാർന്ന മൃഗങ്ങളാണ്. ഏകദേശം 200 ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന ഇവിടെ കൂടുതലായി കാണാൻ കഴിഞ്ഞത് മലയാളി വീട്ടമ്മമാർക്ക് ഏറെ പ്രിയപ്പെട്ട കറിവേപ്പിലയാണ്. ഇത് കറിവേപ്പില പ്ലാന്റേഷൻ ആണ് എന്നുവരെ തോന്നിപ്പോയി. ഇത് റോയൽ ബംഗാൾ ടൈഗർ ആണ്. പക്ഷെ പേര് സൂചിപ്പിക്കുന്നത് പോലെ അത്ര റോയൽ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ദേ, ഇവന്മാരാണ് ഹിപ്പോസ്. വലിയ മടിയന്മാരാണ്. തിങ്കളാഴ്ച ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും ഇവിടെ സന്ദർശിക്കാവുന്നതാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് സന്ദർശന സമയം. ഒരാൾക്ക് 100 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക്. 60 രൂപ ടിക്കറ്റ് എടുത്താൽ ഇലക്ട്രിക് ഫെറി വാഹന സൗകര്യവും നമുക്ക് ഉപയോഗിക്കാം. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആണ് വൈൽഡ് ലൈഫ് സഫാരി. 75 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വാഹനത്തിൽ നമുക്ക് ചുറ്റിക്കറങ്ങാം. ഈ യാത്രയിൽ നമുക്ക് പ്രധാനമായും കാണാൻ കഴിയുന്നത് കാട്ടിലെ രാജാവായ സിംഹത്തിനെയാണ്. വളരെ അടുത്ത് നിന്ന് തന്നെ നമുക്ക് ഇതിനെ കാണാൻ കഴിയും. ഇതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. കൂടാതെ ഭാഗ്യമുണ്ടെങ്കിൽ കുറുക്കൻ, മാൻ, കരടി, പുള്ളിപ്പുലി എന്നിവയും കാണാൻ കഴിയും. പക്ഷേ കാട്ടിലെ രാജാവിന്റെ പ്രൗഢിയൊന്നും ഈ സിംഹത്തിന് ഞാൻ കണ്ടില്ല. മൃഗങ്ങളെ മാറ്റി നിർത്തിയാൽ ഈ മൃഗശാല പലപ്പോഴും പച്ചപ്പും പൂന്തോട്ടങ്ങളും ജലാശയങ്ങളും ശാന്തമായ അന്തരീക്ഷവും സൃഷ്ടിക്കുന്നു. കുട്ടികൾ ബഹളം വയ്ക്കുന്നത് ഈ മാൻകുട്ടത്തെ കണ്ടിട്ടാണ്. മാനുകൾ നല്ലൊരു നീന്തൽക്കാരാണ്. ചൂടിന്റെ കാഠിന്യം കുറയ്ക്കാനും മറ്റു വേട്ടക്കാരായ മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയാണ് ഇവർ വെള്ളത്തിൽ കിടക്കുന്നത്. ഒരുപാട് മാനുകളെ നമുക്കിവിടെ വെള്ളത്തിലും കരയിലുമായിട്ട് കാണാൻ കഴിയും. ഇവിടത്തെ മറ്റൊരു ആകർഷണമാണ് ലെപ്പേർഡ്. ഇവനെ മാത്രമാണ് ഞാൻ ഒത്തിരി ആക്റ്റീവായി കണ്ടത്. ഞങ്ങൾ വന്നപ്പോൾ ഇവൻ മരത്തിന് മുകളിലായിരുന്നു. സഞ്ചാരികളെ കണ്ടപ്പോൾ തന്നെ അവൻ ചാടി ഇറങ്ങി അവന്റെ ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങി.
ഇവിടുത്തെ മറ്റൊരു മിടുക്കനാണ് ദേ ഈ പോകുന്നത്. ഞങ്ങളെ കണ്ടതും അവന്റെ മെയിൻ ഐറ്റമായ കാറ്റ് വാക്ക് ചെയ്യാൻ തുടങ്ങി. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണമാണ് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഡൈനോസർ പാർക്ക്. പാർക്കിന്റെ പ്രവേശന കവാടത്തിൽ സഞ്ചാരികളെ വരവേൽക്കുന്നത് ഡൈനോസറിന്റെ വലിയൊരു സ്കെൽറ്റൻ ആണ്. ഡൈനോസറുകൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ചും വിവിധ ഇനം ഡൈനോസറുകളെ കുറിച്ചുമുള്ള ശാസ്ത്രീയമായ വിവരങ്ങൾ നമുക്ക് ഈ പാർക്കിൽ നിന്ന് ലഭിക്കും. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ജുറാസിക് പാർക്ക് സിനിമയിൽ ഉപയോഗിച്ച കാറിന്റെ ഡെമോയാണ്. ഇതൊരു എക്സ്കവേഷൻ സൈറ്റ് ആണ്. ഇവിടെ നമുക്ക് ഡൈനോസറിന്റെ സ്കെൽറ്റൻ കുഴിച്ചെടുത്തതിന്റെ ഡെമോ കാണാം. ഇതിനകത്ത് കയറിയാൽ പെട്ടുപോയൊരവസ്ഥയാണ്. തിരിച്ചിറങ്ങാനുള്ള വഴി കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. വീക്ക് ഹാർട്ട് ആയിട്ടുള്ളവർ ഇതിനകത്ത് പ്രവേശിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനു വേണ്ടി പേടിക്കാൻ മാത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്കിനി കുറച്ച് ഡൈനോസർ ചേട്ടന്മാരെ കണ്ടാലോ? ഈ വഴി അങ്ങോട്ടുള്ള വഴികളാണ്. ഈ തലയാട്ടുന്നവനില്ലേ, അവനാണ് ദിലോത്തിസോറസ്. ഇവനാണ് വെലോസിറാപ്റ്റർ. ഈ പാർക്കിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് ഇവനാണ്. കണ്ടാൽ ജീവനുള്ളതുപോലെ തോന്നും. ഇവിടുത്തെ ഏറ്റവും വലിപ്പമുള്ളവനാണ് ഇവൻ. ഇവൻ സസ്യബുക്കാണ്. ഇവനാണ് ഇവിടുത്തെ ഭീകരൻ. കണ്ടാൽ തന്നെ പേടിയാകും. കുട്ടികളൊക്കെ ഇവനെ കണ്ട് പേടിച്ചു കരയുന്നുണ്ട്. ഇവനാണ് കരടി. ഇവൻ പൊതുവെ ഒറ്റയാനായി ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ചെറുജീവികളും സസ്യജാലങ്ങളും ആണ് ഇവന്റെ പ്രധാന ഭക്ഷണം. ശരീരം വലുതാണെങ്കിലും അതിവേഗം ഓടാനും നീന്താനും മരം കയറാനും ഇവർക്ക് കഴിയും. ആൾക്കാരെ കണ്ടതും ഇവൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കുട്ടികളൊക്കെ ഇവനെ ബാലു ബാലു എന്ന് ഉറക്കി വിളിക്കുന്നുണ്ട്.
വൈവിധ്യവും വർണ്ണാഭവുമായ പക്ഷികളെ അടുത്ത് കാണാൻ ഏവിയറി സന്ദർശിക്കുക. പ്രത്യേകിച്ച് പക്ഷിപ്രേമികൾക്ക് ഇതൊരു കൗതുകകരമായ അനുഭവമായിരിക്കും. കുട്ടികൾക്ക് ഒരു മേൽക്കൂരയിൽ വൈവിധ്യമാർന്ന പക്ഷികളെ കുറിച്ച് പഠിക്കാൻ പറ്റിയ സ്ഥലമാണിത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് റോക്ക് ഡക്കിനെയാണ്. ഇവരാണ് റോസി പെലിക്കൻ. പേര് പോലെ തന്നെ സുന്ദരന്മാരും സുന്ദരികളുമാണ് ഇവര്. ഈ ഏവിയറിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളവരും ഇവരാണ്. പക്ഷികളെ പോലെ ചിറകും കൊക്കും ഉണ്ടെങ്കിലും ഇവർക്ക് പറക്കാൻ കഴിയില്ല. പറക്കാൻ സാധിക്കില്ലെങ്കിലും വളരെ വേഗത്തിൽ ഓടാൻ ഇവർക്ക് കഴിയും. ഇവരാണ് കാട്ടുകോഴികൾ. ഇവിടുത്തെ അവസാന കാഴ്ചയാണ് റെപ്റ്റൈൽ ഹൗസ്. ഇവിടെ നമുക്ക് ധാരാളം ഉരകങ്ങളെ കാണാൻ കഴിയും. ഇവരാണ് പെരുമ്പാമ്പ് അഥവാ റോക്ക് പൈത്തോൺ. നമ്മുടെ നാട്ടിലെല്ലാം കണ്ടുവരുന്നവനാണ് ഇവൻ.
ഇവിടെ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നവർ വിന്റർ സമയത്ത് പോകുന്നതായിരിക്കും നല്ലത്. ഇന്നത്തെ സുവോളജിക്കൽ പാർക്കിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.